ഇന്ന് നമുക്ക് നാലാമത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എ കട്ട് പെറ്റിക്കോട്ടിൻ്റെ നോട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് മലയാളത്തിലുള്ള നോട്ട് വേണമെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ എനിക്ക് ലൈക്ക് കുറവാണ്, അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണേ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ആകെ ലെങ്താണ്. അപ്പോൾ നമുക്കൊരു എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് ആദ്യം നോക്കുക. ഇപ്പോൾ നമുക്ക് ഷോൾഡറിൽ നിന്ന് ഇതേപോലെ ടേപ്പ് വെച്ച് താഴോട്ട് നമ്മൾ പിടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് നമ്മൾ എടുക്കുക. ആവശ്യമുള്ള ലെങ്ത് എടുത്തതിന് ശേഷം അതിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ കൂടുതലായിട്ട് നമ്മൾ വിടുക തയ്യൽ തുമ്പ്. ഇപ്പം ഒരു 10 ഇഞ്ചാണ് നമുക്ക് നീളം വേണ്ടതെങ്കിൽ നമ്മളതിൽ 1.5 ഇഞ്ച് കൂടെ എക്സ്ട്രാ കൂടുതൽ തയ്യൽ തുമ്പ് എടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ നീളം എടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റാണ്. ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടേപ്പ് ഈ കക്കിയുടെ ഈ രണ്ട് ഭാഗത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം ടേപ്പ് ചുറ്റി പിടിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. എടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി ടൈറ്റ് ചെയ്തൊന്നും പിടിക്കരുത്. ഒരു വിരൽ നമുക്ക് അകത്ത് വരുന്ന രീതിയിൽ ഗ്യാപ്പിട്ട് വേണം നമ്മളിതേപോലെ ചെസ്റ്റ് അളവ് നമ്മൾ എടുക്കേണ്ടത്. ഒത്തിരി ടൈറ്റ് ചെയ്ത് പിടിക്കരുത്. ഈ രണ്ട് കക്കിഴിയുടെ ഭാഗത്തൂടെ നമ്മൾ ഇതേപോലെ കൊണ്ടുവന്ന് ലൂസാക്കി ഈ ഒരു വിരൽ നമുക്കകത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ചെസ്റ്റ് എടുക്കുക. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് നമ്മുടെ ചെസ്റ്റ്. നമുക്ക് ഇതെങ്ങനെയാണ് നോട്ടിലോട്ട് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പം ഇതിൻ്റെ യഥാർത്ഥ രീതി അനുസരിച്ചിട്ട് ഇത് കുറച്ച് പാടാണ്. ഈ നോട്ട് ഈ രീതി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ആ രീതി മാറ്റിയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് വേറൊരു നോട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു അളവെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡ്രസ്സിൻ്റെ അളവ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു എ കട്ട് പെറ്റിക്കോട്ട് എടുക്കുന്നതെന്നും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ആകെ ലെങ്ത് 10 ആണെങ്കിൽ അതേപോലെ ചെസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 20 ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ലെങ്ത് എടുക്കാനും അറിയാം, അതേപോലെ ചെസ്റ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും പല അളവുകളായിരിക്കും ഇവിടെ കിട്ടുന്നത്. ലെങ്ത് ചിലപ്പോൾ 10 അല്ലായിരിക്കും, പല അളവ് കിട്ടും. അപ്പോൾ അത് ഏതളവായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ അളവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് വരയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഈ സ്കെയിലിൽ, കാരണം നമുക്കിപ്പം ഈ തുണിയിലാകുമ്പോൾ നമ്മൾ ഈ ടേപ്പ് എടുത്ത് ചെയ്യാം, പക്ഷേ നമുക്കിപ്പോൾ നോട്ടിലാകുമ്പോൾ നമുക്ക് സ്കെയിൽ കൊണ്ടേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ശരിക്കും ഈ നോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ സ്കെയിലെന്ന് പറഞ്ഞിട്ട് ഒരു സ്കെയിൽ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാൻ സാധാ ഒരു സ്കെയിലാണ് നിങ്ങൾക്ക് നോട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ആകെ ലെങ്ത്. ഇപ്പോൾ ഞാൻ ആകെ ലെങ്ത് 10 എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് കിട്ടുന്നത് അതിൽ നിന്നും 1.5 ഇഞ്ച് കൂട്ടി നമ്മൾ ഇതേപോലെ എടുത്ത് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെ ഒരു നമ്പർ ഇട്ട് കൊടുക്കാം, 0, 1. ഇനി നമുക്ക് വേണ്ടത് കഴുത്തിൻ്റെ വിരിവ്. ഇപ്പോൾ കഴുത്തിൻ്റെ വിരിവ് എടുക്കേണ്ടത് അറിയാമല്ലോ നിങ്ങൾക്ക്, കാരണം എങ്ങനെ എടുക്കേണ്ട രീതി ഞാൻ അളവെടുത്ത് എ കട്ട് പെറ്റിക്കോട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് 1 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ട ഷോൾഡർ പ്ലസ് 1/2 ഇഞ്ചാണ്. ഷോൾഡർ പ്ലസ് 1/2 ഇഞ്ച്. അപ്പോൾ ഇപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ഷോൾഡർ വേണ്ടത് അതിൽ നിന്ന് 1/2 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 3 സെൻറ്റിമീറ്ററാണ് എടുക്കുക. 3 സെൻറ്റിമീറ്ററാണ് എടുക്കുക. അപ്പോൾ 3.5 സെൻറ്റിമീറ്ററാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും നമ്മളിങ്ങനെ വരച്ച് വെച്ചു. ആദ്യം നമുക്ക് കഴുത്തിൻ്റെ വിരിവ് ഷോൾഡർ പ്ലസ് 1/2 ഇഞ്ച്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഒരു നമ്പർ ഇട്ട് കൊടുക്കുക. 2. ഇതുപോലെ നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് കക്കിഴിയുടെ ഇറക്കമാണ്. നമ്മൾ നേരത്തെ ഞാൻ മറ്റേ ഡ്രസ്സിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ട രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാനിപ്പോൾ ഇതിലൊരു 3 ആണ് എടുക്കുന്നത്. അപ്പോൾ ആ 3 നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ നേർക്കായിട്ട് നമുക്ക് ചെസ്റ്റ് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ 4/1 എടുത്തതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ആകെ 4/1 ആകുമ്പോൾ ഇതിപ്പോൾ നമുക്ക് ചെസ്റ്റ് കിട്ടിയിട്ടുള്ളത് 20 ആണ്. അപ്പോൾ ഇത് 20ൻ്റെ 4/1 5. എന്നിട്ട് നമ്മൾ പെറ്റിക്കോട്ട് ആയതുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മതിയാവും. അപ്പോൾ 6 നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. എന്നിട്ട് അത് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മളിവിടെ ഒരു നമ്പർ ഇട്ട് കൊടുക്കുക.
ഇതുപോലെ നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് താഴത്തെ ബോട്ടമാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ള ബോട്ടം എടുക്കാം. കൂടുതൽ തുണി ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. അപ്പോൾ നമുക്ക് ഇരട്ടി വേണമെങ്കിൽ എടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളതുപോലെ. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 8 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുമായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് താഴേന്ന് 1/2 സെൻറ്റിമീറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം ഒന്ന് നമ്പർ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്ത് അതുപോലെ ബാക്ക് കഴുത്തും കൂടെ ഒന്നെടുക്കാം. 1 സെൻറ്റിമീറ്ററും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 സെൻറ്റിമീറ്ററും. എന്നിട്ട് അത് നമുക്ക് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ നന്നായിട്ട് വരയ്ക്കുക. ഞാൻ സ്പീഡിൽ വരയ്ക്കുന്നതുകൊണ്ട്, ഫാസ്റ്റായിട്ട് വരയ്ക്കുന്നതുകൊണ്ട് കുറച്ച് എനിക്ക് വേറെ നോട്ട് ഉണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നോട്ടൂടെ വരച്ച് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയാവും. ഇനി നമുക്ക് കക്കിയുടെ ഭാഗം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മറ്റേ ഡ്രസ്സിൽ തുണിയിൽ നമ്മൾ എങ്ങനെയാണോ വെട്ടിയത് ആ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരളവ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി എടുക്കുക. അത് ഞാൻ പിന്നീട് വരുന്ന ക്ലാസ്സിൽ അത് പറഞ്ഞുതരാം. എന്നിട്ട് അത് ഈ കഴുത്തിൻ്റെ വിരിവിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ഒന്ന് ചരിച്ച് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ അവിടെ നമ്മളൊരു നമ്പർ ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ എഴുതി വെക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. 0 മുതൽ, ഇപ്പം നിങ്ങൾ എല്ലായിടത്തും നമ്പർ ഇട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇടേണ്ടത് 0 മുതൽ 1 വരെ ആകെ ലെങ്ത്. ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ ലെങ്ത് എടുത്ത് ഇവിടെ വരച്ചിട്ടുള്ളത് ആ ലെങ്ത് എടുക്കുക, നീളം എടുക്കുക. അതിനുശേഷം അതിൽ +1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എഴുതുക. അതിനുശേഷം നമുക്ക് വേണ്ടത് കഴുത്തിൻ്റെ വിരിവ്. ഇപ്പോൾ കഴുത്തിൻ്റെ വിരിവ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ 1 സെൻറ്റിമീറ്ററെന്നോ 2 സെൻറ്റിമീറ്ററെന്നോ ഇട്ടാൽ മതിയാവും. നിങ്ങൾക്ക് എടുക്കേണ്ട രീതി അറിയാമല്ലോ. അതിന് ശേഷം നമുക്ക് വേണ്ട ഷോൾഡർ +1/2 ഇഞ്ച്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത് 2 മുതൽ 3 വരെ ഷോൾഡർ എത്രയാണോ എടുക്കേണ്ടത് ഷോൾഡർ +1/2 ഇഞ്ച്. 3 to 10 ഒരു 1/2 ഇഞ്ച്. 3 to 10 1/2 ഇഞ്ച്. അങ്ങനെ നിങ്ങൾ എഴുതി വയ്ക്കുക. ഫ്രണ്ട് കഴുത്ത് പൂജ്യം മുതൽ 11 വരെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കമാണ്. നമ്മളിപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ബാക്ക് കഴുത്താണ്. ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുമ്പോൾ 0 മുതൽ 11 വരെ ആകെ എത്രയാണോ നിങ്ങൾക്ക് കഴുത്ത് വേണ്ടത് അതിൽ കൂടെ 1/2 ഇഞ്ച് കൂടുതലായിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ 0 to 11 എന്ന് പറയുമ്പോൾ 1 ഇഞ്ചെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പഴയ നോട്ടിൽ നമ്മൾ ഏക്കട്ട് പെറ്റിക്കോട്ട് തച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ബാക്ക് കഴുത്ത് ഫ്രണ്ട് കഴുത്ത് +1/2 ഇഞ്ച്, ബാക്ക് കഴുത്ത് +1/2 ഇഞ്ച്, ഫ്രണ്ട് കഴുത്ത് +1/2 ഇഞ്ച്, ബാക്ക് കഴുത്ത് +1/2 ഇഞ്ച്. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റ് 4/1 ചെസ്റ്റ്, അതായത് 4/1. നമ്മളിപ്പോൾ തുണി ഇതിപ്പോൾ 4ആയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ 4/1 വണ്ണം +1 ഇഞ്ച്. 4/1 വണ്ണം +1 ഇഞ്ച്. നമുക്ക് താഴത്തെ ബോട്ടം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇരട്ടി എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് താഴത്തെ ബോട്ടം എന്ന് പറയുമ്പോൾ 1 to 8. താഴത്തെ ബോട്ടം നമ്മൾ ഡ്രസ്സിൽ അളവെടുത്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ 1 ഇഞ്ച് കൂടുതലായിട്ട് എടുത്താൽ മതി. താഴത്തെ ബോട്ടം പെറ്റിക്കോട്ട് എടുത്തതിന് ശേഷം നമ്മൾ മടക്കി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അതിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് ഇവിടെ എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഡ്രസ്സിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ.